ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഒരു പുഡിംഗ് ആയിട്ടാട്ടോ വന്നത്. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇനി ഈ പുഡിങ് എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ ബൂസ്റ്റ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ആയിരിക്കുമല്ലോ ബൂസ്റ്റ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ബൂസ്റ്റ്. അപ്പോൾ ബൂസ്റ്റ് 2 പാക്കറ്റ് ബൂസ്റ്റും കുറച്ച് പാലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിലൊരു പുഡിങ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഈ പുഡിങ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. നമ്മളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ചൈന ഗ്രാസ് ആണ് കേട്ടോ വാങ്ങിക്കേണ്ടത്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് ചൈന ഗ്രാസ്. അതൊരു 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. അത് ഇതുപോലെ ഒരു പേപ്പറിൻ്റെ ഏകദേശം ഒരു രൂപത്തിലൊക്കെ ആയിരിക്കും കിട്ടുക. കുറച്ച് കട്ടിയിലൊരു പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ പോലെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വയ്ക്കുക. ഒരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് വെള്ളത്തിൽ താത്തി വയ്ക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വരണം. അപ്പോഴേക്കും നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് ചൈന ഗ്രാസ് ഇനി അടുത്ത് റെഡിയാക്കാം. അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കാം കേട്ടോ. ചൈന നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് താഴെ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക്, കട്ടിയുള്ള ഒരു പാനിലേക്ക് നമ്മൾ 500 പാലാണ് എടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പാലെടുക്കാം കേട്ടോ. ഞാൻ 500 പാലാണ് എടുത്തത്. ആ പാൽ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബൂസ്റ്റാണല്ലോ. അപ്പോൾ ബൂസ്റ്റ് പുഡിംഗ് ആണല്ലോ. അതിൻ്റെ മുന്നേ നമുക്ക് ആദ്യം മധുരം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. ചിലവർക്ക് കുറച്ച് മധുരം മതിയാവും, കുറച്ച് നന്നായി മധുരം കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. അത് എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 2 പാക്കറ്റ് ബൂസ്റ്റാണ് ഞാനിവിടെ എടുത്തത്. സാധാരണ 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റ് കേട്ടോ. ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റും കൂടി എക്സ്ട്രാ ഇടാം കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് ഇട്ടാൽ തന്നെ 500 പാലിലേക്ക് അത്യാവശ്യം ബൂസ്റ്റിൻ്റെ ആ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി കൂടുതലായിട്ട് നല്ല ടേസ്റ്റും കൂടി വരണം എന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റും കൂടി നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ കട്ട കെട്ടിയ പോലെ ഇത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മൾ നന്നായി പാല് ചൂടായി വരുമ്പോൾ ഈ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരും. അതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇത് നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. നന്നായിട്ടൊരു നിറയെ ഒരു വലിയ സ്പൂണിൽ 2 സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഇടുക കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മധുരം കുറച്ചിട്ടാലും മതി. ഇനി നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇല്ലെങ്കിൽ വേണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിലും. അപ്പോൾ ഞാനിവിടെ കയ്യിലുള്ളതുകൊണ്ട് ഒരു 2 സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യണം. ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പാല് തിളയ്ക്കുന്നത് വരെ ഒന്ന് ഓൺ ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് ഓൺ ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ബൂസ്റ്റിൻ്റെ ആ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരും. നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പാലായതുകൊണ്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ട. കാരണം പാല് പെട്ടെന്ന് തിളച്ച് പൊങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കിന്നെ നമുക്ക് പാലിൻ്റെ ആ വൈറ്റ് കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു പാലടേൻ്റെ ഒരു കളറ് വരും. ലൈറ്റ് ആയിട്ട് ഒരു പാലട കളർ വരും കേട്ടോ. ആ ബൂസ്റ്റിൻ്റെ ആ കളറൊക്കെ നല്ല സ്മെല്ലുമാണ് ആ പാലിൽ. നമുക്ക് പാലിൽ ബൂസ്റ്റ് തന്നെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ മധുരവും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടി നന്നായി മിക്സ് ആയപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ആ കട്ടകളൊക്കെ ഒന്ന് അലിയുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഈ പാലിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു അരിപ്പെടുത്തിട്ട് ഒന്ന് ഈ നമ്മൾ പാലിൻ്റെ മിക്സ് എടുത്ത് വെച്ചില്ലായിരുന്നോ അതിലേക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഞാനൊരു അരിച്ച് ഒഴിക്കാൻ പോവുകയാണ് അതിലേക്ക്. അപ്പോൾ ഈ മിക്സ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടായി പോവും. അതിനായിട്ട് നമ്മളിത് ഉരുക്കിയ ഉടനെ തന്നെ നമ്മളിതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഈ പാലിൻ്റെ മിക്സും ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്നും കൂടി ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഗ്യാസിൽ വെച്ചിട്ട്.
അപ്പോൾ നമുക്ക് ഇത് പാലിങ്ങനെ കുറുകി കുറുക്കി വരുന്നതായി കാണാം കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ചും കൂടി ഉണ്ട്, ഞാൻ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. കുറച്ചും കൂടി ഉണ്ട്, അത് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി മുഴുവനായിട്ട് 10 ഗ്രാം വേണം കേട്ടോ 500 പാലിലേക്ക്. അല്ലെങ്കിൽ നമ്മളെ ഈ മിക്സ് കട്ടായി കിട്ടില്ല. ചില സമയത്ത് കുറവാണെങ്കിൽ നമ്മളത് ലൂസായിട്ട് പോവും. ഇത് കറക്റ്റാണ്. കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹാർഡായി പോവും. അപ്പോൾ ഇത്ര കറക്റ്റാണ്. 500 ml 10 ഗ്രാം ചൈന ഗ്രാസാണ് വേണ്ടത്. ഏകദേശം നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇനി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഏതെങ്കിലും നിങ്ങൾ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടറൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുപ്പീൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോകുന്ന പേടിച്ച് നല്ല ചൂടാണ്. അപ്പോൾ മോളെ ടിഫിനിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഷേപ്പിൽ തന്നെ, 3 ഷേപ്പല്ല 3 ടിഫിനിലേക്ക് ഒന്ന് ചെറുതാണ്, അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ബൗളിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതന്നെ നമ്മൾ ബൂസ്റ്റ് തന്നെ കുറച്ചും കൂടി ബൂസ്റ്റിൻ്റെ പൊടി ഇതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു കാണാനൊരു ഭംഗിക്കാണ്. ഈ ബൂസ്റ്റ് നമ്മളൊന്ന് തണുപ്പിക്കുമ്പോൾ അതൊന്ന് ലൂസായി വരും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് പുഡിംഗ് ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ടേസ്റ്റുമാണ്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ മുകളിലേക്ക് കുറച്ച് ഒന്ന് ഈ തരിപ്പ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 ഭാഗവും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് അലുമിനിയം ഫോയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് പുറത്ത് വെച്ച് നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ രാത്രിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫുൾ ടൈം നിങ്ങൾ രാവിലെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റായി വരും. ഞാനിപ്പോൾ 2 മണിക്കൂർ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്കത് ഏകദേശം നന്നായി റെഡി ആയിട്ടുണ്ട്. മുകളിൽ കണ്ടോ ഇതുപോലെ നല്ല ബൂസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുക്കിയിട്ട് നന്നായിട്ട് വന്ന് നല്ല കളറുമാണിത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കമഴ്ത്തി നോക്കാം കേട്ടോ. മെല്ലെ ഒന്ന് കമഴ്ത്തി നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് കിട്ടും. ഞാനൊരു ഓവൽ ഷേപ്പിലുള്ളൊരു ടിഫിൻ ബോക്സിലാണ് ഇട്ടത്. അപ്പോൾ ചൂട് കാരണം നമ്മൾ ഈ ബൗളിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചെടുത്തത്. ഇനി ഞാനൊന്ന് ഇതിലേക്ക് ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ വേഗം വിട്ട് വരും കേട്ടോ. അത് കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് പുഡിങ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു പാലടേൻ്റെ കളറാണ് കേട്ടോ, വൈറ്റ് അല്ല, ഒരു പാലടേൻ്റെ കളറാണ്. ഇനി നമുക്കതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഭംഗി വേണമല്ലോ കാണാൻ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബൂസ്റ്റിൻ്റെ പൊടി ഞാനതിലേക്ക് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടൊന്ന് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അരിപ്പയിൽ കുറച്ച് കഴുകിയ ആ ഒരു നനവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് മുകളിലേക്ക് ബൂസ്റ്റ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ് കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ പുഡിംഗ് ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. തൊടുമ്പോഴേക്ക് നമുക്കിങ്ങനെ പൊട്ടിപ്പോവും, അത്രയ്ക്ക് സോഫ്റ്റായിട്ടുണ്ട്. വായിലിട്ടിട്ട് അലിഞ്ഞു പോകുന്ന അതേ രൂപത്തിലാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ 2 പാക്കറ്റ് ബൂസ്റ്റ് മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അടിപൊളിയാണ്. നല്ലൊരു ടേസ്റ്റാണ് ബൂസ്റ്റിൻ്റെ അല്ലേ, നല്ലൊരു ടേസ്റ്റ് ആയതുകൊണ്ട് ആ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ വേറെ എസെൻസോ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ, വാനിലേൻ്റെ എസെൻസോ അങ്ങനെ ഒന്നും ഒഴിക്കുന്നില്ല. ഇത് ബൂസ്റ്റിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അടിപൊളി വീഡിയോസിൽ ഞാൻ അടുത്തതായി വരുന്നതാണ്. എനിക്ക് ഒരുപാട് ഞാൻ പുഡിങ് എൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കയറി കാണുക. അടിപൊളിയായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.